PV അൻവർ സ്വന്തം പിതാവ് മകനെക്കുറിച്ച് അവൻ ഈ കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ PV അൻവർ വഴിയിൽ നിന്ന് കോൺഗ്രസിൽ കയറി വന്നാണ്. ആ സംസ്കാരമാണ്. പാർട്ടിക്ക് വിരുദ്ധമായിട്ടാണ് സംസാരിച്ചത്. പാർട്ടി രേഖ അതെല്ലാം സമ്മതിച്ചത് പറഞ്ഞ CM പറഞ്ഞ കറക്റ്റാണ്. എനിക്കതിലൊന്നും ഒരു വിഷമമില്ല. മനസ്സിലായോ? രണ്ട് കാര്യത്തിലെ വിഷമമില്ല. ഒന്ന് ഈ പറഞ്ഞ കാര്യം, ഏത് ഈ കള്ളന്മാരുടെ നേതാവാക്കി സമൂഹത്തിന് മുന്നിലേക്ക് തന്നെ ഇട്ടു. പിന്നെ വ്യക്തിപരമായി എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ശശി ചെയ്തു കൊടുത്തില്ല, നിയമപരമല്ലെങ്കിൽ അതിന്റെ പേരിലൊന്നും ആളെ പുറത്താക്കാൻ പറ്റില്ല. ഞാനിതാ ഇവിടെ ഇരിക്കുന്ന എല്ലാ പത്രക്കാരുണ്ടല്ലോ, കേരളത്തിലെ പൊതുസമൂഹത്തിൽ കേൾക്കുന്നുണ്ടല്ലോ, എന്റെ പാർക്ക് പൂട്ടിച്ചിട്ട് ഏകദേശം 7 കൊല്ലായി. ഒരുപാട് നിയമ പോരാട്ടങ്ങൾ നടത്തി, ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിരവധി പരിശോധന നടത്തി. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾക്ക് അവസാനം തീർപ്പ് കൽപ്പിക്കേണ്ട ഡിപ്പാർട്ട്മെന്റാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ആ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ പാർക്ക് വന്ന് പരിശോധന നടത്തി റിപ്പോർട്ട് കൊടുത്തു. ഇത് ഡിസാസ്റ്റർ ഏരിയയിലല്ല, ചില്ലറ റീറ്റെയിനിങ് വാളുകളും സ്ട്രെങ്തനിങ് ചെയ്തുകൊണ്ട് ഈ പാർക്ക് തുറന്നു കൊടുക്കാമെന്ന് പറയുന്നത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അതിന്റെ എല്ലാ അന്വേഷണങ്ങളും കഴിഞ്ഞ് അതിന്റെ പ്ലാനായി, അതിന്റെ ഡിസൈനായി, റീറ്റെയിൻ വാളിന്റെ എല്ലാ ഡിസൈനിങ്ങും തീരുമാനാക്കി GSI ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറഞ്ഞ എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കുന്ന പ്ലാനും സ്കെച്ചും ബഹുമാനപ്പെട്ട CMന്റെ ഓഫീസിന്റെ ടേബിളിന്റെ മുമ്പിലാണ് 3 ദിവസമായിട്ട്. നിങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ സംസ്ഥാന ഹെഡ് ഡോക്ടർ കുര്യാക്കോസ, നെറ്റിലുണ്ടാവും നമ്പർ, നിങ്ങൾ വിളിച്ചു ചോദിക്കും. ആ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഒപ്പിട്ടെങ്കിൽ എനിക്ക് ആ പാർക്ക് തുറക്കാൻ കഴിയുള്ളൂ. ആ ഫയൽ ടേബിളിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. എന്താ എനിക്ക് 4 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരായിരുന്നോ? എന്നെ സംബന്ധിച്ചത് വിഷയമല്ലേ, അവർ ചെയ്യുന്നത് ചെയ്യട്ടെ. ഞാൻ ഈ സർക്കാരിൽ നിന്നൊരു മുട്ടുസൂചിന്റെ ഒരു കാലി ചായ ഞാൻ കുടിച്ചിട്ടില്ല. 1 രൂപ ഒരു ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് ഈ ശമ്പളത്തിന് ഞാൻ എടുക്കുന്നില്ല. MLA ഓഫീസിൽ നിങ്ങൾ പോയി നോക്കണം. ശമ്പളത്തിന്റെ വരുന്ന പൈസ എങ്ങോട്ടാണ് ചെലവഴിക്കുന്നത് നിങ്ങൾ നോക്കണം. നിങ്ങൾ പരിശോധിക്ക്. എനിക്കും ഭാര്യമാരും മക്കളൊക്കെ ഉണ്ട്. നിരവധി അനവധി ചികിത്സക്ക് ഫണ്ട് ചെലവാക്കിയിട്ടുണ്ട്. അതെടുത്ത് പോകാൻ പറയും. ഒരു പാരാസെറ്റമോള് ഈ 8 കൊല്ലത്തിന്റെ ഇടക്ക് കേരളത്തിന്റെ സർക്കാരിന്റെ ചെലവിൽ ഒരു പാരാസെറ്റമോള് PV അൻവർ വാങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് പറയും. ഇവിടെ സ്വന്തമായിട്ട് വിമാനവും സ്വന്തമായിട്ട് വലിയ എന്താ പറയാ കോടാനക്കോടി ഉറുപ്പിയുള്ളവരൊക്കെ ഉണ്ടല്ലോ. ഇവരൊക്കെ ചികിത്സക്ക് അമേരിക്ക പോണത്. ഗതിയില്ലാത്തവന്റെ കാര്യമല്ല പറയുന്നത്. മനസ്സിലായോ? ഇവനൊക്കെ നടക്കുന്ന എല്ലാ ചെലവുകളും ഇതിൽ എഴുതിയ സർക്കാരിന്റെ ചെലവിലാണ് പോകുന്നത്. ആകെ എടുക്കുന്ന ഡീസലിന്റെ പൈസയാ ആ കൂപ്പണ്. ഒരു ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് അൻവർ വന്നിട്ടില്ല, ഒരു പാരാസെറ്റമോൾ അൻവർ വാങ്ങിയിട്ടില്ല. അപ്പൊ ഇതൊന്നും നിങ്ങൾ കാണൂലേ? നിങ്ങൾക്ക് എന്താ മാന്തണോൻ? എവിടെ മല? എവിടെ മല? ഇപ്പൊ ഒന്ന് പോകും നിങ്ങൾ കടമ്പോയില്. ഒരാളെ കൊണ്ട് നിങ്ങൾ പറയിക്ക്. നിങ്ങൾ വെള്ളം മുട്ടിച്ചു ഈ പറയുന്ന ആദിവാസികൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ആ കുടുംബം അവിടെ എപ്പോഴും ജീവിക്കുന്നുണ്ടല്ലോ. ഒന്ന് പോയി ചോദിക്കും നിങ്ങൾ, അവരെ വെള്ളം കൂടി മുട്ടിച്ചേക്കാണോ, അവർക്ക് വെള്ളം കൊടുത്താണോന്ന്. ഇതെല്ലാം ഇവിടെ നിൽക്കല്ലേ, ഇതെല്ലാം ഇവിടെ നിൽക്കുക. ആദ്യം നിങ്ങൾ എന്താക്കി? എന്നെ വേറെല്ലുടെ താല്പര്യത്തിന് വേണ്ടി കൊള്ളക്കാരനാക്കി, മലമാന്തുന്നവനാക്കി, പലരിൽ നിന്നും പണം വാങ്ങി, എന്റെ ശത്രുക്കളിൽ നിന്ന് പണം വാങ്ങി, പത്രമാധ്യമ പ്രവർത്തനം നടത്തി, സ്വന്തമായി കാറ് വാങ്ങിയ 3-4 ആളുകളുണ്ട് കേരളത്തിൽ. നിങ്ങൾക്കറിയോ? നിങ്ങളിൽ നല്ലവരുണ്ടാവും. ആ വായിച്ചേരിപ്പിട്ട് കിടക്കുന്ന പത്രപ്രവർത്തകനെ ഇവിടെ കണ്ടു. അങ്ങനത്തെ സാധുക്കളും നിങ്ങളെ കൂട്ടത്തിലുണ്ട്. പക്ഷേ ഞാൻ ഈ പറയുന്ന നെക്സസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ചില പത്രമാധ്യമ പ്രവർത്തകരും ഇവർക്ക് കൂട്ടാണ് കേരളത്തിൽ. അതുകൊണ്ടാണ് ഒരു സാധനവും പുറത്തു വരാത്തത്. ഒന്നും വരില്ല, ഇവർ മൂടിവെക്കും. ഈ പറയുന്ന നെക്സസിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവരൊക്കെ നിൽക്കുന്നത്. ഇതാർക്കാ നഷ്ടം? കേരളത്തിലെ ജനങ്ങൾക്കാ നഷ്ടം. ഈ തലമുറക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇവർക്ക് അടിമയായി നിൽക്കാതെ ഈ നാട്ടിൽ ഒരു വിഷയവും ഇവിടെ റേസ് ചെയ്യാൻ സാധിക്കൂല. ഒരുവിധപ്പെട്ടവന്റെ ഒക്കെ മടിയിൽ കനണ്ട്. മനസ്സിലായോ? അപ്പൊ അതാണ് ജനങ്ങളോട് പറയാനുള്ളത്. അത് നിലമ്പൂരിൽ 5-ാം തീയതി ഞാൻ വിശദീകരിക്കും എന്റെ രാഷ്ട്രീയം. അതിന് വലിയ പരസ്യം കൊടുത്ത് സ്റ്റേജ് കെട്ടി മൈക്ക് അനൗൺസ്മെന്റ് നടത്തി രാജ്യം മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ചിട്ട് ഒന്നുമില്ല. ഒരു മേശയിടും, അതിന്റെ മുകളിൽ ഒരു മൈക്ക് എടുക്കും, PV അൻവർ അതിന്റെ മുകളിൽ കയറി സംസാരിക്കും. ജനങ്ങൾ വരികയാണെങ്കിൽ വരട്ടെ. ജനങ്ങൾ വരുന്നില്ലെങ്കിൽ എനിക്കെന്താന്ന്? ഈ മനുഷ്യർക്ക് വേണ്ടിയായി പറയുന്നത്. ഇവർക്കാർക്കും ഇതിൽ താല്പര്യമല്ല. ഇനിയും ഈ കോഴി ബിരിയാണിയും മന്തിയും കടിച്ച് ഈ മ്യൂസിക്കും കേട്ട് കിടന്നുറങ്ങാനാണ് കേരളത്തിലെ യുവജയുടെ തീരുമാനമെങ്കിൽ അത് ആ വഴിക്ക് പോട്ടെന്ന് ഞാൻ തീരുമാനിക്കും.
എന്റെ പൊന്നാര മോനെ, ഒരു പൊന്നാര മോനെ, ഞാനിത് പറഞ്ഞല്ലോ, മുൻവിധിയോട് കൂടിയാണ് നിങ്ങൾക്ക് അറിയാലോ. എന്തിനാണ് നീ ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളെന്താ ചോദിച്ചത്? എന്താണ്? അല്ല, അതിലെന്താ അടിസ്ഥാനമില്ല. ഞാൻ ഒരു പാർട്ടിയുടെ ഒരു അനുഭാവിയാണ്. മാത്രമല്ല കോൺഗ്രസ് നിന്ന് വലിഞ്ഞു കയറി വന്നവനെ ഞാൻ. എനിക്ക് ഈ പാർട്ടിയെ എങ്ങനെ സ്വാധീനിക്കാൻ പറ്റുക? എനിക്ക് എന്ത് സ്വാധീനിക്കാൻ ഈ പാർട്ടിയെ പറ്റുക? അദ്ദേഹം ഗൂഢാലോചന നടത്തിയെന്നും കൂടി പറഞ്ഞു. ഇത് ഇപ്പം അല്ലേ, ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ട്. ആ ഗൂഢാലോചന ഒന്ന് ഞാനാണ്, 2 AK ബാലൻ സഖാവാണ്, 3-4 ആൾക്കാർ എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരിരുന്നത് ആ മീറ്റിംഗിൽ വിളിച്ച ആളുകൾ. അത് AK ബാലൻ സഖാവിനോട് നിങ്ങൾ ചോദിക്കണം. എനിക്ക് മുഖപരിചയമില്ല, കാര്യപ്പെട്ട ആളുകളാണ് ഇതിന്റെ. താങ്കൾ 30-ാം തീയതി വരെ പ്രതികരിക്കുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞു. പിന്നീട് പാർട്ടി നേതാക്കളുടെ പ്രസ്താവനയാണോ ഇതെല്ലാം ലംഘിക്കാനുള്ള താങ്കൾ ഇന്നലെ പത്രസമ്മേളനത്തിലില്ലേ സാജിദേ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പാർട്ടിയെ പറഞ്ഞത് ഞാൻ അനുസരിച്ചു. എന്തുകൊണ്ടാണ്? നിങ്ങൾ അഭ്യർത്ഥന നിർത്തണം, ഇത് പാർട്ടിക്ക് ദോഷം ചെയ്യുന്നുണ്ട്. ഞാനത് മാനിച്ചു. ഞാൻ എന്താ പറഞ്ഞത്? ഈ കേസ് സത്യസന്ധമായി അന്വേഷിക്കണം, അത് പാർട്ടിയാണ് ഏൽപ്പിക്കുകയെന്ന്. അത് പാർട്ടി അത് ഏൽക്കാൻ തയ്യാറില്ല. അൻവർ പറഞ്ഞതിൽ കഴമ്പില്ല, മുഖ്യമന്ത്രി തള്ളി. പിന്നെ ഞാൻ എന്ത് അന്വേഷണ റിപ്പോർട്ടിന് വിഡ്ഢിയായി കാത്തിക്കണം? ഇനി ആ വരുന്ന വാറോലയ്ക്ക് ഞാൻ കാത്തിക്കണോ? വാറോല എന്ന് പറയും നമ്മൾ. എന്താ വാറോല? വാട്ട് ഈസ് വാറോല? സാജിദും പറയും. വാറോല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുത്തിക്കുറച്ചിട്ടുണ്ടാവുമല്ലോ, വായിച്ചാലും മനസ്സിലാവില്ല, ചിന്തിച്ചാലും മനസ്സിലാവില്ല. എഴുതുന്ന ഒരു പേപ്പർ, അങ്ങനെ എഴുതുന്ന സാധനത്തിന് ആ വാറോല എന്ന് പറയാം. ആ വാറോല ഒരു കൊടുത്ത് തിരികാൻ നിൽക്കുകയാണ്. ഞാൻ അതിന് കാത്തിക്കണോ? ഞാൻ കോടതിയെ സമീപിക്കും. ഞാൻ തിങ്കളാഴ്ച ചൊവ്വാഴ്ച വക്കീൽമാരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട്. അല്ല, ഞാനിപ്പോൾ എനിക്ക് ഒരു പ്രമാദകരമായ വിഷയം, ഈ പറയുന്ന ഡാൻസ് ഓഫ് സംഘത്തിന്റെ ഈ വിഷയം, ഈ 3 കൊല്ലം അമ്പകുരം തുടർന്ന മുഖ്യമന്ത്രി പറഞ്ഞ ഈ 188 കേസുകൾ, ഇതിൽ പോലീസ് നടത്തിയ വെട്ടിപ്പ്, ഇതിൽ നടന്നിട്ടുള്ള മറ്റു സംഗതികൾ, അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ ആ അന്വേഷണ സംഘത്തെ ഹൈക്കോടതി തീരുമാനിക്കണം. അത് സർക്കാരിനോട് തീരുമാനിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നത്. ഹൈക്കോടതി വിലയിരുത്തണം കേരളത്തിലെ എന്താ പറയുക സത്യസന്ധരമായ ഓഫീസേഴ്സിനെ. അവരുടെ എന്താ പറയുക സർവീസ് ഹിസ്റ്ററി പരിശോധിക്കണം. ആ ഹിസ്റ്ററി പരിശോധിച്ച് സത്യസന്ധരാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്ന ആ അന്വേഷണ സംഘത്തെ കോടതി നിശ്ചയിച്ച് കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടക്കട്ടെ. അതിൽ മുഖ്യമന്ത്രി പറഞ്ഞ PV അൻവറിനെ ഉൾപ്പെടുത്തട്ടെ. PV അൻവർ ഈ പരിപാടിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ടോ നോക്കട്ടെ. ജില്ലാ സെക്രട്ടറി ഇന്നലെ സ്റ്റേറ്റ്മെന്റിലൊക്കെ പറയുന്നുണ്ട്, സ്വർണ്ണക്കള്ളക്കടത്ത് മാഫിയയിലെ ആളുകൾക്ക് വേണ്ടിയാണ് അൻവർ സംസാരിക്കുന്നത്, അവരെ സഹായിക്കലാണ് ലക്ഷ്യം, അത് അവർ ഇടനിലക്കാരനാണ്, പാർട്ണർഷിപ്പ് വരെ ആരോപണം സ്വർണ്ണക്കള്ളക്കടത്തിൽ. അതെ, ഈ സ്വർണ്ണക്കടത്തിനേക്കാളും ലാഭമാണ് മറ്റേതിന്. എന്തായാലും പറയാം, MDM എന്താ മയക്കമരുന്ന്. അയാൾ വിട്ടുപോയതായിരിക്കും. അങ്ങോട്ട് ഇത് പറഞ്ഞു കൊടുക്കണം. മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം, PV അൻവറിന്റെ ഈ പറയുന്ന കാര്യങ്ങൾ നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്ക് സംശയം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഉറപ്പായി. കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പായിട്ടില്ല. മനസ്സിലായില്ലേ? അദ്ദേഹത്തിനും റഹീമിനും പിന്നെ ടീച്ചർക്കും ബാലം സഖാവിനും മാത്രമേ ഉറപ്പായത്. ഇനി ബാക്കിയുള്ളവർക്ക് കൂടി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഉറപ്പായി വരും. അതെ അതെ, ഇന്നങ്ങനെ കെട്ടിയിട്ടിരിക്കല്ലേ LDF-ൽ. എങ്ങനെ ഒരു കാലൂരി, പിന്നെ വിരലൂരി, കയ്യൂരി. വീടിന്റെ മുന്നിലല്ല പോസ്റ്റർ, എന്റെ പറമ്പിലാണ്. ആ ബോർഡ് വെച്ചിരിക്കുന്നത് എന്റെ പറമ്പിലാണ്. പോയി വെക്കൂ. കാരണം ഇവിടെ റോഡിൽ വെക്കാൻ സ്ഥലമില്ല, റോഡ് കൺജസ്റ്റഡാ. അപ്പോൾ ഒരാളെ വെച്ചോട്ടെ, അവർക്ക് വെക്കാലോ. ഞാൻ ഈ വിമർശനം എനിക്കെതിരെയുള്ളൊരു വിമർശനമാണല്ലോ, അത് എന്റെ പറമ്പിൽ തന്നെ കിടക്കട്ടെ. അൻവറിനൊപ്പം പാർട്ടിയിൽ ഒരാൾ, ഒരു പാർട്ടി മെമ്പർ പോലും ഉണ്ടാവില്ല. അൻവറിന് ഒരു നാവേ ഉള്ളൂ എങ്കിൽ പാർട്ടിക്ക് 1,00,000 നാവുണ്ടെന്നാണ് EN മോഹൻദാസ് പറയുന്നത്. ആണല്ലേ? എങ്ങനെ നേരിടാൻ കഴിയും? അപ്പോ ബഹുമാനപ്പെട്ട ആ പറഞ്ഞ ആളുകളോട് ഈ പറഞ്ഞ മന്ത്രിമാരൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ. ആ പോസ്റ്റിന് അടിയിൽ കമന്റ് ഉണ്ടല്ലോ, അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. എത്ര നാവാണ് അതിന്റെ അടിയിലുള്ളത് നോക്കാം. അത് നോക്കിയാൽ മതി. അത് ആ സാധുവിനെ അറിയാത്തോണ്ടാ. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മൈക്കെടുത്ത് ഇനി പറയാൻ പോകുന്നത്, ഈ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് പാർട്ടി സഖാക്കളും താഴേക്കടയിലുള്ള പാർട്ടി സഖാക്കളും താഴേക്കടയിൽ ലീഡർഷിപ്പ്. ഒരു തർക്കമില്ല. ഒരു നീതിയും കിട്ടാത്തത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളാണ്. അതിലൊരു തർക്കമില്ല. അതിൽ ആ സ്റ്റേറ്റ്മെന്റിലൊന്നും ഒരു മാറ്റമില്ല. അനുഭവങ്ങളാണ് പറയുന്നത്.
UDF ആയിരുന്നുവെങ്കിൽ ഈ സ്ഥിതി ഇങ്ങനെ ആകുമായിരുന്നില്ല എന്നൊരു വിശ്വാസം താങ്കൾക്കുണ്ടോ? അല്ല അതൊക്കെ നമുക്ക് പിന്നെ പറയാം. എന്റെ പൊന്നു മാഷ് ഇവർ ആസൂത്രണം ചെയ്ത് നടത്തുന്നതാണ് എന്നാണ് ഇപ്പൊ പി രാജീവ് പറയുന്നത്. ആ പറയണ്ടോ എഴുതിയിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല ഇപ്പൊ. അല്ല പറയട്ടെ വരട്ടെ. ആസൂത്രണം ചെയ്ത പദ്ധതിയാണ് എനിക്ക് ഇനി കുറച്ച് കാര്യം വേറെയും പറയണ്ട്. പറഞ്ഞോ? പി രാജീവ് പറഞ്ഞു. പറഞ്ഞെങ്കിൽ നമുക്ക് നോക്കാം. ഞാനൊന്ന് കാണട്ടെ. നമുക്ക് നോക്കാന്ന്. ബിജെപിക്ക് അനുകൂലമായ പ്രചാരണം. അല്ല ഈ മുറ്റത്ത് കുറെ ആൾക്കാരെ കാണുന്നില്ല നിങ്ങള്. ഈ 4 ആളെ പിന്തുണ മതിയല്ലോ നമുക്ക്. ബിജെപിക്ക് അനുകൂലമായ എനിക്ക് യാത്ര ചെയ്യണമെങ്കിൽ എന്റെ ഡ്രൈവറെ പിന്തുണ മതി. അല്ലേ ഈ സംഗതി എഴുതണമെങ്കിൽ എന്റെ കൂടുതൽ എന്റെ സ്റ്റാഫിന്റെ പിന്തുണ മതി. പിന്നെ ഇപ്പോ ഈ വീടിന് സംരക്ഷണമാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് 15-20 ദിവസമായി. മനസ്സിലായോ? എന്റെ ഭാര്യ മക്കൾ ഒറ്റക്ക ഈ 100 കൊല്ലം പഴക്കൽ ഈ വലിയൊരു വീട്ടില് ഇവിടെ ഒരു ഗേറ്റ് അടക്കള നിങ്ങൾ കണ്ടല്ലോ. ഇവർക്കൊരു സംരക്ഷണം ഏർപ്പെടുത്തണം ഭീഷണിയാണ്. ഇതുവരെ ഒരു മറുപടി പോലും ഇല്ല. മറുപടി തന്നിട്ടില്ല. അപ്പം ഇനിയിപ്പോ എന്റെ 2 പോലീസുകാരുണ്ട്. അത് നാളെ രാവിലെ പിൻവലിക്കുമെന്ന് അറിയില്ല. കാരണം അത് കാച്ചണമെങ്കിൽ ഒരു കൂടി വേണ്ടല്ലോ. ഇനി പിന്നെ ഞാൻ തോക്കിന് കൊടുത്തിട്ടുണ്ട്. ആ തോക്ക് ലൈസൻസ് കിട്ടുന്ന യാതൊരു ഉറപ്പും ഇപ്പം എനിക്കില്ല. മനസ്സിലായോ? പക്ഷെ ഈ പറഞ്ഞതുപോലെ ഈ അങ്ങാടി കൂടെ ഞാൻ നടക്കും. ഒന്നുമില്ലെങ്കിലും ആ ചാപ്പുണ്ടല്ലോ അത് ഈ ശരീരത്തിൽ പിടിക്കൂല. മറ്റത് പിടിക്കും. അത് 6 ശരീരത്തിൽ പിടിക്കും. അത് ചെയ്തോട്ടെ. അത്രതിനെ കുറിച്ച് പറയാനില്ല. ഞാൻ ആ സാധനങ്ങൾക്ക് തരുന്നുണ്ട് മാഷെ. നമ്മളൊന്ന് കൊണ്ടോട്ടി പോവാ. ഇതെല്ലാം കൂടെ തന്നിട്ട് നിങ്ങൾ എന്താക്കാനാ? ഇല്ല, ഇന്ന് നമ്മൾ കൊണ്ടോട്ടിയാ പുറത്തു വിടുന്നു. ഞാൻ നിങ്ങളൊന്ന് കാണട്ടെ. സ്വാഗതം ചെയ്യുന്നവർക്ക് സ്വാഗതം ചെയ്യാം, തള്ളുന്നവർക്ക് തള്ളാം, കൊള്ളുന്നവർക്ക് കൊള്ളാം. ഈ വണ്ടി തീവണ്ടി ഇങ്ങനെ പോകും. അത് ജനങ്ങളെ കണ്ടിട്ടില്ല. തീവണ്ടിയാ. അതിൽ കയറേണ്ടവർക്കൊക്കെ കയറാം. എല്ലാ ബോഗിയും ഫ്രീയാ. ഇനി ഒന്നുമില്ലേ നേരെ ഷെഡ് കൊണ്ടു നിർത്തി താക്കോൽ വീരിട്ട് ഹായ് ഞങ്ങൾ പോകും. ഇത്രേ ഉള്ളൂ. മറ്റ് MLA-മാരിൽ നിന്നും താങ്കളെ വ്യത്യസ്തനാക്കിയിരുന്നു സോഷ്യൽ മീഡിയ ഉപയോഗമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് മറുപടി നൽകി. അതിലേക്ക് പിന്നിൽ CPM-ന്റെ പ്രവർത്തകരാണെന്ന് പറഞ്ഞിരുന്നു സൈബർ സഖാക്കൾ. ഇനി അവരുണ്ടാവില്ലല്ലോ. അപ്പോൾ പുതിയൊരു സോഷ്യൽ മീഡിയ ടീമിനെ കണ്ടെത്തിയിട്ടുണ്ട്. ഞാനല്ല ഭാര്യയും മക്കളെ ഏൽപ്പിച്ച് എഴുതാനും ഇവരെ എഴുതും. അല്ല ആരെയും എഴുതണ്ടേ? സൈബർ സഖാക്കൾ അപ്പോൾ എഴുതിക്കോളും. അതൊന്നും പ്രശ്നമില്ല. അതൊക്കെ അങ്ങനെ പോകും. ആർക്കും അതിൽ പേടിയുന്നു. ഞാൻ പണ്ടേ പറഞ്ഞ നിന്നെ മഹാത്മാഗാന്ധിയാക്കണ്ട. എന്റെ ജീവിതമായിട്ട് തുറന്ന പുസ്തകമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ മടിയിൽ കനമില്ല എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയാണെന്ന് എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനൊരു സാധാ സീത നിങ്ങളെപ്പോലെയൊക്കെയുള്ള ഒരു മനുഷ്യൻ. എനിക്കെന്തിനാ ഭയപ്പെടാൻ? എന്തിനാ പേടിക്കാനാണ് നിൽക്കുന്നത്? ഒന്നുമില്ല. ആ വക സർക്കസ് സൈറ്റിന്റെ അടുത്ത് ആരും വരണ്ട. ഇതൊന്നുമില്ലാത്ത കാലത്തും ഇതിലേറെ ശത്രുക്കളില്ല കാലത്തും ഈ നാട്ടിൽ നമ്മൾ ജീവിച്ചിട്ടുണ്ട്. അത് ഇനിയും ആയുസിനും ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കും. അതിനൊരു തർക്കമില്ല. ഇന്നലെ താങ്കൾ നടത്തിയ വാർത്താ സമ്മേളനത്തിന് ശേഷം CPM-ന്റെ ഏതെങ്കിലും ഒരു നേതാവ് ആരെങ്കിലും ഒരു വലിയ പോസ്റ്റിലുള്ള ഒരാൾ അല്ലെങ്കിൽ ഒത്തുതീർപ്പിനോ മറ്റൊക്കെ ആയിട്ട് ഇന്നലെ സാധ്യത വെച്ച് വിളിച്ചിട്ടുണ്ട്? ഇന്നലെ അത് കഴിഞ്ഞിട്ടോ? ഒരാളും വിളിച്ചിട്ടില്ല. അതിന് മുമ്പൊക്കെ വിളിച്ചിട്ടില്ല. അതിന് വിളിച്ചിട്ടില്ല. എല്ലാവർക്കും വണക്കം. അറിയില്ല. ഞാനിപ്പോ നിങ്ങളെ പോലെ ഗാലറിയില്ല. അല്ല പൊതുവായിട്ട് പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കരുത് എന്ന അർത്ഥത്തിലൊന്നും പറഞ്ഞില്ല. പൊതുവായിട്ട് നിങ്ങളിതൊന്ന് നിർത്തിയാൽ തിരക്കിടില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയൊന്നുമില്ല. എന്താ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുന്നു? ആരോ ഗോവിന്ദ മാഷ പറയട്ടെ. സെക്രട്ടറി അയാൾക്ക് പറയാതിരിക്കാൻ പറ്റും. അപ്പൊ നമുക്കൊന്ന് പിരിച്ചുവിടാം. അപ്പൊ ലാൽ സലാം എവരിബഡി. കൊണ്ടോട്ടി 5 മണിയാക്കാം നമുക്ക്. ഇന്ന് രാവിലത്തെ പരിപാടി കുറച്ച് വെയിലറിക്കോട്ടെ. 5 മണിക്ക് എന്താ? അല്ല അതിന് വേറെ ആളില്ലേ? കൊണ്ടോട്ടി നിങ്ങളൊരു ടീമിനിട്ട് വന്നാൽ മതി. നിങ്ങളെ മെയിൻ ആളുകളൊന്നും വേണമെന്നില്ലല്ലോ. അല്ലല്ല അതിന് നമുക്ക് രാത്രി കൊണ്ടോട്ടി കഴിഞ്ഞിട്ട് കൊണ്ടോട്ടി ഇരിക്കാം.